ഗുഡ് മോർണിംഗ് വ്യൂസ്. ഇന്ന് ഭാരത് ബന്ദ് ഒരു നോൺ ഇവൻ്റ് ആയിട്ടാണ് കാണുന്നത്. മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഭാരത് ബന്ദിനെ ഇഗ്നോർ ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് ദിവസം മാർക്കറ്റിൽ ഞാൻ കാണുന്ന ഒരു എസ് ബി ഐ ലീഡ് റാലിയാണ് കാണുന്നത് മാർക്കറ്റിൽ. ഇന്നിപ്പോൾ എസ് ബി ഐനെ കുറിച്ച് പറയാൻ വെച്ചാൽ എസ് ബി ഐ ഓവർ ടു ടി സി എസ് ടു ബിക്കം ദി ഇന്ത്യസ് ഫോർത്ത് മോസ്റ്റ് വാല്യുബിൾ കമ്പനിയായി മാറിക്കഴിഞ്ഞു. എസ് ബി ഐയും എച്ച് ഡി എഫ് സി ബാങ്കും മാർക്കറ്റ് ക്യാപ്പ് ഒരു കമ്പാരിസൺ ചെയ്യാന്ന് വെച്ചാൽ എസ് ബി ഐൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഈസ് കമ്മിങ് അറൗണ്ട് 10.92 lakh crores. എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ 14.26 lakhs crores. സോ ഓൾമോസ്റ്റ് അവരിപ്പോൾ എസ് ബി ഐ കുറച്ച് ഗ്യാപ്പേ ഉള്ളത്. അതുപോലെ Q3 നെറ്റ് പ്രോഫിറ്റ് കൊണ്ടുവന്ന് എച്ച് ഡി എഫ് സി കൊണ്ടുവന്ന് 18,653 crores ആണ്. സ്റ്റേറ്റ് ബാങ്ക് കൊണ്ടുവന്നില്ല 21,000 above crores പ്രോഫിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഐ തിങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഇസ് ചീപ്പർ. സ്റ്റേറ്റ് ബാങ്കിൻ്റെ പി നോക്കുക 11x ട്രേഡ് ചെയ്യുന്നത്, എച്ച് ഡി എഫ് സി ബാങ്ക് 19x ട്രേഡ് ചെയ്യുന്നത്. സോ ഞാൻ ഈ സ്റ്റേറ്റ് ബാങ്കിനെ കുറിച്ച് പറഞ്ഞത് കാര്യത്തിൽ പറയുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രേഡ് ചെയ്യുമ്പോൾ എനിക്ക് പണ്ട് ഈ ലിയോനാർഡോ ഡാവിഞ്ചി പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ. ഇറ്റ് ഈസ് ഈസിയർ ടു റെസിസ്റ്റ് അറ്റ് ദ ബിഗിനിങ് ദാൻ അറ്റ് ദ എൻഡ്. കാരണം നമ്മളതുപോലെ തന്നെയാണ് ഈ ഹോഴ്സ് റേസിലും ആൾക്കാർ ബെറ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഹോഴ്സ് റേസിൽ നിങ്ങളൊരു ടിക്കറ്റ് എടുത്ത് ഒരു ഹോഴ്സിൻ്റെ മുകളിൽ ബെറ്റ് ചെയ്യുന്നു. ഇതേ ഹോഴ്സിനെയാണ് എല്ലാ ദിവസവും റൺ ചെയ്യുന്നത്. ചില സമയത്ത് ഈ ഹോഴ്സ് വിൻ ചെയ്യും, ചില സമയത്ത് ലൂസ് ചെയ്യും. സോ വാട്ട് ഈസ് ഈ സെയിം ഹോഴ്സ്, സെയിം ട്രാക്ക്, സെയിം ഫീൽഡ്, ബട്ട് ദ റിസൾട്ട് ഈസ് ഡിഫറെൻറ്റ്. സോ ഇതെന്താ അതിൻ്റെ വ്യത്യാസം വെച്ചാൽ ഇറ്റ് ഈസ് ദ മൈൻഡ് സെറ്റ് ഓഫ് ദ ബെറ്റേഴ്സ്. ആൻഡ് ഈ നിങ്ങളൊരു ടിക്കറ്റ് വാങ്ങിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ മൈൻഡ് സെറ്റ് മൈൻഡ് സെറ്റ് എന്താണ്. അതുപോലെ തന്നെ ഒരു ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾ ബെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ മൈൻഡ് സെറ്റാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയും, ഇൻഫോസിസ് കുറച്ച് ദിവസം മുമ്പ് 1,700 1,600 എല്ലാവരും എവറിബഡി ഈസ് ബൈങ്. സോ നൗ ഇൻഫോസിസ് വാട്ട് ഹാപ്പൻ ടു ദ കമ്പനി? നത്തിങ് ഹാസ് ഹാപ്പൻ ടു ദ കമ്പനി. സെയിം CEO, സെയിം എംപ്ലോയീസ്, സെയിം പ്രോഡക്ട്സ്, സെയിം കസ്റ്റമേഴ്സ്, ബട്ട് ഇൻഫോസിസ് is now today is trading at low price. So this is what I am saying, the mindset of the traders. പക്ഷേ എനിവേ സ്റ്റേറ്റ് ബാങ്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നോ ട്രീ ഗ്രോസ് അപ് ടു ദ സ്കൈ. സോ അതുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഗ്രോത്ത് എനിക്ക് തോന്നുന്നില്ല ഈ 1,200 മുകളിൽ ഇനിയും സ്റ്റേറ്റ് ബാങ്ക് ഇനിയും മുകളിലേക്ക് പോകുന്നുള്ള കാര്യം. പക്ഷേ മേ ബി ലോങ് ടേമിൽ ഇറ്റ് മേ ഗോ. ഇന്നത്തെ സ്റ്റോക്ക് ഞാൻ കണ്ട BHEL ഈസ് എ ഗുഡ് റിസൾട്ട്. ആൻഡ് അതുപോലെ ലെൻസ്കാർട്ട് നല്ല റിസൾട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറെ സ്റ്റോക്കാണ് പിന്നെ ഗ്രോ, അതും ഒരു ബൈ സോണിലാണ് കാണുന്നത്. ലെൻസ്കാർട്ട് റിസൾട്ട് ഇസ് ഗുഡ്. ഇന്ന് യൂണിലിവറിൻ്റെ റിസൾട്ടും കൂടി ഇനിയാണ് വരുന്നത്. പക്ഷേ ഇന്ന് ആഫ്റ്റർനൂണിൽ എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിവേ ലെറ്റ് സീ ദ മാർക്കറ്റ്. താങ്ക് യു വെരി മച്ച് ഫോർ